ശ്രീ എൻ ശംസുദ്ദീൻ. സർ, ഈ വിദ്യാർത്ഥികളുടെ വലിയ ഒഴുക്ക് നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയപ്പെടുന്ന കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം, ഇവിടുന്ന് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കഴിഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു ബെഞ്ചും ഡെസ്ക് ഇട്ട ഒരു ചെറിയ മുറിയാണ് ആ സർവകലാശാല എന്ന് തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായ സാഹചര്യമുണ്ട്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പോലും വലിയ തോതിലുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബില്ല് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് സ്വാഗതാർഹമാണ്. അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ. അപ്പോൾ ഈ വിദേശ സർവകലാശാലകളുടെ ആധികാരികതയും അംഗീകാരവും പരിശോധിക്കാനും അതുപോലെ തന്നെ തട്ടിപ്പ് തടയാനുമായി നോർക്ക മാതൃകയിൽ ഒരു ഏജൻസിയെ, അല്ലെങ്കിൽ നോർക്കയിൽ തന്നെ ഒരു സബ് ഏജൻസിയെ, ഒരു കുട്ടി പഠിക്കാൻ എങ്ങോട്ടാ പോണത്, ആ സർവകലാശാലയുടെ ആധികാരികതയും അതിന് അംഗീകാരമുണ്ടോ, അതിൻ്റെ കോഴ്സുകൾക്ക് സ്വീകാര്യതയുണ്ടോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഏജൻസി നോർക്കയിൽ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നോർക്ക പോലെ മറ്റൊരു ഏജൻസി പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം പെട്ടെന്ന് രൂപപ്പെടുത്തുമോ? നോർക്കയിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അതിന് വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ വിദേശത്തേക്ക് പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അതിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ വസ്തുനിഷ്ഠമായ കണക്ക് ശേഖരിക്കുന്നതിൽ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. 18/12/24 ഡോക്ടർ വി ശിവദാസൻ ലോകസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടായിട്ടില്ല. പൊതുവിൽ രാജ്യത്തുനിന്ന് മൊത്തം പോകുന്ന കുട്ടികളുടെ ഒരു കണക്ക് ലഭ്യമാക്കിയെങ്കിലും അത് സംസ്ഥാനം തിരിച്ചോ ഇയർ തിരിച്ചോ ഒന്നും കൃത്യമായിട്ട് മറുപടി ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ളത് പ്രൈവറ്റ് ഏജൻസികൾ നടത്തിയ പഠനങ്ങൾ മാത്രമാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് മൊബിലിറ്റി റിപ്പോർട്ട് ബിയോണ്ട് ബഡ്സ് ആൻഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പഞ്ചാബിൽ നിന്ന് 12.5%, ആന്ധ്രാപ്രദേശ്, തെലങ്കാന 12.5%, മഹാരാഷ്ട്ര 12.5%, ഗുജറാത്ത് 8%, ഡൽഹി 8%, തമിഴ്നാട് 8%, കർണാടക 6%, കേരളത്തിൽ നിന്ന് 4% ആ റിപ്പോർട്ട് പ്രകാരം. അതുപോലെ റെഡ് സിയർ റിപ്പോർട്ടും സമാനമായ ഒരു കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പുറത്തേക്ക് പോകുന്ന കുട്ടികളെ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യിക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഏറ്റവും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാവും. അത് പോകുന്ന കുട്ടികളും കൂടി അതിലേക്ക് തയ്യാറായാൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു കണക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.